2024 ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്നു ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി. ഡിസംബർ 12-നാണ് ധാക്കയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ ഇയാൾക്ക് നേരെ അജ്ഞാതർ വെടിയുതിർത്തത്. ആരാണ് ഇതിന് പിന്നിൽ എന്ന ചോദ്യം ഇപ്പോൾ ഭയങ്കര വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുകയാണ്. പല ആളുകളിലേക്ക് സംശയങ്ങൾ നീളുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ആണോ ഇതിന് പിന്നിൽ എന്ന് വളരെ ശ്രദ്ധേയമായിട്ട് ചോദ്യങ്ങൾ വരുന്നു. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകി ഫൈസൽ കരീം മസൂദ്, അയാൾക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വരുന്ന ഇലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീലുമായിട്ടുള്ള ഷിഷിർ മൊനീറാണ്. പേര് കേട്ടിട്ട് ഹിന്ദു ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അവിടെ ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് ഈ തരത്തിലുള്ള പേരുകളും. ഷിഷിർ മൊനീർ. അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ലോയർ ആയിട്ടുള്ള കൈസർ കമാലും ഈ കൊലയാളി ഫൈസൽ കരീം മസൂദിന് വേണ്ടിയിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്തു. അപ്പോൾ ഈ ഷെരീഫ് ഉസ്മാൻ, കൊല്ലപ്പെട്ട ഇൻകുലാബ് മഞ്ചിന്റെ നേതാവായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹദിയുടെ കൊലപാതകിയായ ഫൈസൽ കരീം മസൂദിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ട് എന്നതിന് വളരെ കൃത്യമായ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വരുന്ന ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയാണ് ഇയാളുടെ വക്കീൽ. അപ്പൊ പിന്നെ തമ്മിൽ ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി ഏറ്റവും ഒടുവിലത്തെ ഈ വിഷയത്തിലെ സംഭവ വികാസം ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഈ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹദിയുടെ സഹോദരൻ ഒമർ ഹദി, ആ ഒമർ ഹദി ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണാധികാരി മുഹമ്മദ് യൂനസ് ആണെന്ന് പറഞ്ഞു. യൂനസ് ആണ് ഈ കൊലപാതകം നടത്തിയതിന്റെ പിന്നിൽ, ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ ഫൈസൽ കരീം മസൂദിന്റെ പിന്നിൽ എന്ന അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണവും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് യൂനസിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യൂനസ് ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചതും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെയൊക്കെ ജയിലിലിട്ടവരെ തുറന്നു വിട്ടതുമൊക്കെ. അങ്ങനെയുള്ള യൂനസും ജമാഅത്തെ ഇസ്ലാമിയും കൂടി ഗൂഢാലോചന നടത്തി എന്ന് സംശയിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിരിച്ചു പോകുന്നത്, നമ്മുടെ മലയാള മാധ്യമമായ ഏഷ്യാനെറ്റ് കൊലയാളി ഇന്ത്യയിലേക്ക് കടന്നെന്നും ഇന്ത്യയുടെ ആണ് കൊലയാളികളെന്ന് പരോക്ഷമോ വ്യംഗ്യമമായ സൂചനകൾ നൽകിക്കൊണ്ട് ഏഷ്യാനെറ്റിന്റെ ഡൽഹി ലേഖകൻ പ്രശാന്ത് രഘുവംശവും PG സുരേഷ് കുമാറും ഒക്കെ കൂടെ വലിയ ചർച്ചകളും ഒക്കെ നടത്തുകയാണ്. ഈ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവന്റെ സഹോദരന് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ അഭിപ്രായമില്ല. യൂനസ്, കാരണം ഒരാൾ കുറ്റം ചെയ്യുമ്പോൾ അതിനൊരു മോട്ടീവ് വേണം. ഇവിടെ ഒരു കൃത്യമായ മോട്ടീവ് ഉണ്ട് യൂനസിന്റെ ആഗ്രഹം എന്താണ്? ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോയി, ഇലക്ഷൻ തടയണം. രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിന്നാൽ എന്താണ്? അപ്പൂപ്പനെ ചാവുന്നിടം വരെ ഭരിക്കാൻ പറ്റും. സർക്കാർ ചെലവിൽ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻകുലാബ് മഞ്ചിന്റെ ജനറൽ സെക്രട്ടറി, അയാളും ഇപ്പോൾ പത്രക്കാരെ കണ്ടിട്ടുണ്ട്. അയാൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ അയാളുടെ പേര് അബ്ദുള്ള ജാബർ എന്നാണ്. അബ്ദുള്ള ജാബർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഈ പ്രതികളെ, ഈ ഉസ്മാൻ ഹദിയുടെ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മുഹമ്മദ് യൂനസിന് ഷെയ്ഖ് ഹസീനയുടെ അതേ ഗതി വരുമെന്നും ബംഗ്ലാദേശ് വിട്ട് ഓടേണ്ട സാഹചര്യം വരുമെന്നും വയസ്സുകാലത്ത് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും എവിടെയെങ്കിലും തട്ടി വീണ് അവിടെ തന്നെ സിദ്ധി കൂടുമെന്നും ഒക്കെയുള്ള വളരെ കൃത്യമായ ഭീഷണി മുഴക്കിയിട്ടാണ് ഇൻകുലാബ് മഞ്ചിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുള്ള ജാബർ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ബംഗ്ലാദേശിലെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഈ കലാപങ്ങൾ അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയും കലാപങ്ങളെ ഇന്ത്യ വിരുദ്ധ കലാപങ്ങളായിട്ട് മാറ്റിയെടുക്കാനുള്ള തന്ത്രം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭരണാധികാരിയായ മുഹമ്മദ് യൂനസ് ആണെന്നും, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും കൊലപ്പെടുത്തുന്നതിന് പിന്നിലും മുഹമ്മദ് യൂനസ് തന്നെയാണെന്നും, യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു കൊലയാളി ഭരണകൂടമാണെന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്നതെന്നും, ഇപ്പോൾ കാര്യങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ ആ പ്രസ്ഥാനങ്ങൾ പോലും
പൊതുജനങ്ങളോട് തുറന്നു പറയുകയും നേർക്കുനേരെ ആരോപണം ഉന്നയിക്കുകയും മുഖത്ത് നോക്കി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അതായത് ഈ ഇന്ത്യക്ക് നേരെ ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങളുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ക്രമസമാധാന തകർച്ചയുടെയും ഒക്കെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാം എന്നുള്ള യൂനസിന്റെ മോഹങ്ങൾ വെറും വ്യാമോഹങ്ങളാണെന്ന് പിന്നെ അത്തരം കുപ്രചരണങ്ങളെ ചെറുക്കുമെന്നും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബംഗ്ലാദേശിലെ പൊതുസമൂഹവും ഇപ്പോൾ ഉറച്ച് വിളിച്ചു പറയുക, ഉറച്ച ശബ്ദത്തിൽ. അങ്ങനത്തെ ഒരു പുതിയ സ്ഥിതിവിശേഷത്തിലേക്കാണ് ബംഗ്ലാദേശ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇൻകുലാബ് മഞ്ചിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുള്ള ജാബിർ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വിദേശ ശക്തികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ട നേതാവ് ഷെരീഫ് ഹദി. അപ്പോൾ ആ ഹദി അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാത്തത് കൊണ്ടാണ്, അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങാത്തത് കൊണ്ടാണ് ഹദിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ഗൗരവമായിട്ടുള്ള ആരോപണം ബംഗ്ലാദേശിൽ നടക്കുന്നത് വിദേശ ശക്തികളുടെ ഇടപെടലാണെന്നും വിദേശ ശക്തികളാണ് ബംഗ്ലാദേശിനെ പിന്നെ ഈ പരുവത്തിലാക്കിയതെന്നുമാണ് ഇപ്പോൾ അവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുക. അതായത് കൊലയാളിയായ, ഞാൻ പറഞ്ഞല്ലോ, ഫൈസൽ കരീം മസൂദ് ആണ് എന്ന ഒരു കൊലയാളിയാണ് ഈ ഉസ്മാൻ ഹദിയെ കൊന്നത്. അപ്പോൾ ഈ ഫൈസൽ കരീം മസൂദ് ആരാണ് കൊലയാളി? ഈ കൊലയാളി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ 2024 മുതൽ ഇയാൾ ജയിലിലാണ്. അങ്ങനെ ജയിലിൽ കിടന്നത് അവിടെ ഒരാളുടെ അവിടെ സെയ്ഫുൾ ഇസ്ലാം എന്ന മറ്റൊരു വ്യക്തിയെ 17 ലക്ഷം ടാക്ക അയാളുടെ കയ്യിൽ നിന്നും ബലമായി കൊള്ളയടിച്ചതിൽ എതിരെ അയാൾ കൊടുത്ത കേസിൽ ഇയാൾ ജയിലിലായിരുന്നു. ഈ കൊലപാതകി, ആ കൊലപാതകി ഈ ഫെബ്രുവരി 2025 ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അങ്ങനെ ജാമ്യം കിട്ടാൻ വേണ്ടി അയാളെ സഹായിച്ചതും അയാളുടെ വക്കീലന്മാരുമായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വരുന്ന ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയും വക്കീലുമായ ശിശിർ മൊനീറും BNPയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ, അതായത് ബീഗം ഖാലിദ സിയയുടെ പാർട്ടിയുടെ ലോയറായിട്ടുള്ള ഖൈസർ കമാൽ. അപ്പോൾ അന്ന് ഇയാളെ പോലീസ് ഈ 17 ലക്ഷം ടാക്ക ഒരാളിൽ നിന്നും പിടിച്ചു പറിച്ചതിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ കൈവശത്തു നിന്നും ലൈസൻസ് ഇല്ലാത്ത 2 പിസ്റ്റളുകളും 5 റൗണ്ട് വെടിയുണ്ടകളും 2 മാഗസിനുകളും പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇയാൾ അനധികൃതമായിട്ട് ആയുധങ്ങൾ സൂക്ഷിക്കുന്നു. ഇയാൾ ഒരു വാടക കൊലയാളിയാണെന്ന് അതിൽ നിന്നും വളരെ വ്യക്തമാണ്. ആ വാടക കൊലയാളിയെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുഹമ്മദ് യൂനസും ഒക്കെ കൂടെ ചേർന്ന് യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്താനായിട്ട് അയച്ചതാണ്. ആ കൊലപാതകം അയാൾ നടത്തി. അതിനാൽ തന്നെ അയാളെ സംരക്ഷിക്കേണ്ടത് മേൽപ്പറഞ്ഞ പാർട്ടികളുടെ ഉത്തരവാദിത്വമായിട്ട് വരും. ഇവരൊക്കെ തമ്മിലുള്ള ഒരു നെക്സസ്, ഒരു ഗൂഢബന്ധം ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനെതിരെ ഇടയിൽ മറ്റൊരു സംശയം വെളിയിൽ വരുന്നത്, ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് ഹദി എന്നുള്ള വ്യക്തി തന്നെ ഒരു ശരിയായ വ്യക്തിയാണോ എന്നുള്ള വേറൊരു സംശയവും വരുന്നുണ്ട്. കാരണം അയാളുടെ ശവപ്പെട്ടി സിംഗപ്പൂരിൽ നിന്നെത്തുമ്പോൾ അതിൽ എഴുതിയിരുന്ന പേര് ഓസ്മാൻ ഗൊണി എന്നാണ്. ഹദി എന്നാണ് പിന്നെ അവരുടെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നതെങ്കിൽ ഗൊണി എന്നാണ് ഔദ്യോഗിക രേഖയിലൊക്കെയുള്ള ഇയാളുടെ പേര്. അപ്പോൾ ഇയാൾ തന്നെ ആണോ ഉസ്മാൻ ഹദി? ഇയാൾ മുഹമ്മദ് ഗൊണി, ഈ ഉസ്മാൻ ഗൊണി വേറെ ആരെങ്കിലും ആണോ? എന്തായാലും കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ്. ബംഗ്ലാദേശിൽ ഒരു നിശ്ചയമില്ല ഒന്നിനും. വരുന്ന ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എന്തായാലും ഈ വധം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനും കൊലപാതകി ഇന്ത്യയിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ഒക്കെ ഉള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന ഗൂഢശക്തികൾ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങളും ഒക്കെ തന്നെ ആ ഗൂഢശക്തികൾ പറയുന്നത് കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ട് അത് ഛർദ്ദിച്ചു വെക്കുന്നുണ്ട്. അതാണ് ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഈ അടുത്ത സമയത്ത് ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ കൂടുതൽ തുറന്നു കാണിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്താം.